ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാട്ടത്തെ കിളിക്കൂട്ടിൽ സുധീഷ് നല്ല പണിയാണ് കേട്ടോ ചെയ്തത്. പനിയായി വയ്യാതിരിക്കുന്ന നികേഷിനെ ഒറ്റയ്ക്കാക്കിയിട്ട് സുധീഷ് വീട് വിട്ട് പോയിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക്. സുഭാഷ് ചേട്ടനാണെങ്കിൽ വർക്കെല്ലാം കഴിഞ്ഞ് ഓടി വരികയാണ് കേട്ടോ. നികേഷിന് എങ്ങനെയുണ്ടെന്ന് അറിയാഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ലല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് വീട് ഫുള്ള് അടച്ചിട്ടിട്ടുണ്ട്, ലൈറ്റ് ഓഫാണ്. അങ്ങനെ സുഭാഷ് ചേട്ടന് പേടിയാവുന്നുണ്ട്, കാരണം ഇവരൊക്കെ എവിടെ പോയി, അതും നികേഷിന് വയ്യാതിരിക്കുമല്ലേ. പിന്നെ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നികേഷിനെ കൊണ്ട് സുധീഷ് ഹോസ്പിറ്റലിൽ വല്ലതും പോയോ, അയ്യോ നികേഷിന് പനി കൂടിയോ എന്തൊക്കെയാണ് കേട്ടോ സുഭാഷ് ചിന്തിക്കുന്നത്. അങ്ങനെ അവരെ ഒരുപാട് വിളിച്ചിട്ടും ആരും വിളിയൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ അകത്തേക്ക് കയറി ലൈറ്റിട്ട് നോക്കുമ്പോൾ ഹോളിൽ നികേഷ് ചുരുണ്ട് കൂടി കിടക്കുന്നുണ്ട് കേട്ടോ, വിറയ്ക്കുന്നുണ്ട്. രാവിലെ സുഭാഷ് ഏട്ടൻ പോകുമ്പോൾ എങ്ങനെയാണോ അവൻ കിടന്നത് അതേപോലെ തന്നെ. അങ്ങനെ അവിടെ ഇരുന്നിട്ട് അവനെ വിളിക്കുന്നുണ്ട് കേട്ടോ സുഭാഷ് ഏട്ടൻ. നികേഷ് എന്നൊക്കെ വിളിച്ചിട്ട് അവൻ വിളി കേൾക്കുന്നില്ല, കാരണം അത്രയും അവന് പനിച്ചിട്ടുണ്ട്. അങ്ങനെ അവനെ തൊട്ടൊക്കെ നോക്കുമ്പോൾ നന്നായിട്ട് പൊള്ളുന്നുണ്ട്. എന്നിട്ട് സുധീഷിനെ വിളിക്കുകയാണ് കേട്ടോ, സുധീഷ് എന്നൊക്കെ വിളിക്കുകയാണ്. എന്നിട്ട് സുഭാഷ് ഏട്ടൻ അവനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ മരുന്ന് കഴിച്ചോ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കഴിക്കാൻ. അപ്പോൾ അവൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട്. നീ ഫുഡ് കഴിച്ചോ? ആ കഴിച്ചു ഏട്ടാ എന്നൊക്കെ അവനിങ്ങനെ മെല്ലെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും സുധീഷിനെ വിളിക്കുകയാണ്, പക്ഷെ സുധീഷിൻ്റെ വിളിയൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അങ്ങനെ നികേഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ സുധീഷ് ഏട്ടനെ വിളിച്ചിട്ട് കാര്യമില്ല, സുധീഷ് ഏട്ടൻ രാവിലെ തന്നെ പോയി. അതിൽ സുഭാഷ് ഏട്ടൻ ആകെ ദേഷ്യവും സങ്കടം വരികയാണ് കേട്ടോ, കാരണം നികേഷിൻ്റെ വയ്യാതിരിക്കുന്നതാണ് മനസ്സിൽ ഫുള്ള്. പിന്നെ സുധീഷ് ഇരുന്നോളാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് സുഭാഷ് വർക്കിന് പോയത്. അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞ ആളിവിടെ ഇല്ലയെന്ന് കേൾക്കുമ്പോൾ ഒരു വിഷമാവില്ലേ. അങ്ങനെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അവൻ എന്ത് മനസ്സാണെന്നാവോ, നിനക്ക് ഇത്രയും വയ്യാതെ പനിച്ച് കിടക്കുമ്പോൾ അവനെങ്ങനെ പുറത്ത് പോകാൻ തോന്നി, കഷ്ടം തന്നെ. അവനിങ്ങോട്ട് വരട്ടെ, രണ്ട് വർത്താനം അവനോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നികേഷിന് തുണി നനച്ചിട്ട് കൊടുക്കാൻ കേട്ടോ നെറ്റിയിൽ, അത്രയും അവന് പനിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നിധിയുടെ ഹോസ്റ്റലാണ് കേട്ടോ. അവിടെ എല്ലാവരും മെസ് ഹാളിൽ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് കുറച്ച് കാർഡ്സ് കാണുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ സുധീഷ് നിധിക്ക് വേണ്ടി എഴുതിയ സോറികളായിരുന്നു. അങ്ങനെ അവരുടെ കൂട്ടത്തിലുള്ള കുട്ടികളൊക്കെ പറയുന്നുണ്ട്, ഓ അവളുടെ ഒരു ഭാഗ്യം, എനിക്കുണ്ടൊരു ബോയ് ഫ്രണ്ട്, ഞാനെന്തെങ്കിലും പറഞ്ഞ് തെറ്റിക്കഴിഞ്ഞാൽ അവൻ എൻ്റെ മൈൻഡ് പോലും ചെയ്യില്ല. പക്ഷെ ഇത് നോക്കിക്കേ, ഇയാൾക്ക് എന്തൊരു സ്നേഹമല്ലേ, നിധിയുടെ ഭാഗ്യം, ഇത്രയും നല്ലൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയില്ല. എന്തുമാത്രം സോറി അയാൾ പറയുന്നത്, എന്തോ ഒരു ചെറിയ തെറ്റാണ് അയാൾ ചെയ്തത്, അതുകൊണ്ടല്ല അയാൾ ഇത്രയും സോറി പറയുന്നത്, അവൾക്കൊന്ന് ക്ഷമിച്ചൂടെ എന്നൊക്കെ അവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് കേട്ടോ. അപ്പോഴാണ് നിധി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ തന്നെ ദിവ്യ അവളെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ നിധി നീ വെറുതെ ഇങ്ങനെ മസിൽ പിടിക്കുന്നത്, അവനോടൊന്ന് ക്ഷമിച്ചൂടെ നിനക്ക്, അയാൾ എന്തുമാത്രം നിന്നോട് സോറി പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്ത് ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുമോ. അതോടെ കേട്ടപ്പോൾ അവളുടെ മൂടാകെ പോവാണ് കേട്ടോ. അങ്ങനെ അവൾ വേഗം അവിടെ നിന്ന് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ദിവ്യ അവളെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവൾ തിരിഞ്ഞു നോക്കാതെ റൂമിലേക്ക് വന്ന് കഥ കടച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നിധി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കാറ് കേട്ടോ, സുധീഷ് വന്ന് സോറി പറഞ്ഞതും അങ്ങനെ എല്ലാം അവളിങ്ങനെ ആലോചിക്കാറ് കേട്ടോ. കൂടെ തന്നെ അവളുടെ ഫ്രണ്ട്സ് ഇങ്ങനെ അവനെ പറ്റി പറഞ്ഞതും ഒക്കെ അവളിങ്ങനെ ആലോചിക്കുകയാണ്. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു സോറി എഴുതിയിട്ടുണ്ട്, ഒരു ബോർഡ് തൂക്കിയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് അവിടെ സുധീഷ് നിൽക്കുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്യാണ് കേട്ടോ. പക്ഷെ ഒന്നും കൂടെ കണ്ണ് തിരുമുമ്പോൾ അവിടെ സുധീഷ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവളുടെ മനസ്സാകെ കലുഷിതായിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ദിവ്യ അങ്ങോട്ട് കയറി വരുന്നത്. അങ്ങനെ ദിവ്യ അവളോട് പറയുന്നുണ്ട്, കയറി വരാമോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ആ വന്നോ. അങ്ങനെ അവൾ പറയുന്നുണ്ട്, അല്ല നിധി, ഞങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ടാണോ നീ ഫുഡ് കഴിക്കാണ്ട് പോയത്, സോറി കേട്ടോ, ഞങ്ങളങ്ങനെ ഉദ്ദേശിച്ചതല്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അല്ല എനിക്ക് ഇവിടുത്തെ ഫുഡൊന്നും പറ്റുന്നില്ല, അതുകൊണ്ട് പോകുന്നതാ. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദിവ്യ ചോദിക്കുന്നുണ്ട്, അയാൾ ശരിക്കും നിൻ്റെ ആരാ നിധി, അയാൾ ഇത്രമാത്രം സോറിയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടല്ലോ. എന്തായാലും അയാൾ നിൻ്റെ റിലേറ്റീവ് മാത്രമല്ല, എനിക്ക് ഉറപ്പാണ്, നിൻ്റെ ലവറോ മറ്റോ ആണോ, എന്നോട് പറ നിധി. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അപ്പോഴും അവൾ പറയുന്നുണ്ട്, മറ്റുള്ളവരോട് പറയണ്ട, നീ എന്നോട് ഷെയർ ചെയ്യുക, എന്താണ് ബന്ധം, എന്താണ് പ്രശ്നം. അത് കേട്ടപ്പോൾ നിധി ആകെ ബുദ്ധിമുട്ടാണ് കേട്ടോ, കാരണം അവൾക്ക് എന്ത് മറുപടിയാണ് നിധി കൊടുക്കുക, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി അക്സെപ്റ്റ് ചെയ്യുക, ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, എൻ്റെ ലവറോ ബോയ് ഫ്രണ്ടോ ഒന്നുമല്ല, ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ക്ഷമിക്കാത്തത്, അല്ലാണ്ട് അതിൽ വേറെ ഒന്നുമില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. അത് കേട്ടപ്പം ദിവ്യ പറയുന്നുണ്ട്, ഓക്കെ ബൈ, എന്നാൽ ഞാൻ പോട്ടെ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവൾ പോവാണ് കേട്ടോ. അവൾക്കാകെ മടുപ്പായിട്ടുണ്ട്, കാരണം ഇത്രയും ഫ്രണ്ടായിട്ട് നിധി ഒന്നും വിട്ടു പറയുന്നില്ലല്ലോ. എന്തായാലും ആ കുട്ടി പുറത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നിധി വീണ്ടും അവിടെ ഇരുന്ന് കേട്ടോ ഓരോന്നും ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിളിക്കൂട് വീടാണ് കേട്ടോ. അങ്ങനെ നികേഷിൻ്റെ പനി നന്നായിട്ട് കൂടിയിട്ടുണ്ട്, ടെമ്പറേച്ചറൊക്കെ നല്ലോണം കൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷ് ഏട്ടൻ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വരികയാണ്. വന്ന് വീട്ടിൽ കയറുമ്പോൾ അവിടെ സുധീഷ് ഉണ്ട് കേട്ടോ. സുധീഷ് ആണെങ്കിൽ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താ സുഭാഷ് ഏട്ടാ, അല്ല നികേഷിന് എന്താ പറ്റി. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഹരീഷിനാണെങ്കിൽ നല്ലോണം ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഇയാളൊന്നും മിണ്ടാതിരുന്നേ, വെറുതെ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കല്ലേ. അപ്പം സുധീഷ് പറയുന്നുണ്ട്, നിനക്ക് എന്തിനാണ് ദേഷ്യം വരുന്നത്, ഞാനൊരു കാര്യമില്ല ചോദിച്ചത്, അതിനെന്താ പ്രശ്നം, എന്താണ് നികേഷ്, എന്താ നീ പറ, എന്താ പ്രശ്നം. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എടാ നിന്നെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇവിടെ വിട്ട് പോയത്,
നീ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ജോലിക്ക് പോയത്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു. വയ്യാത്തവനെ വിട്ടല്ലേ നീ പുറത്തേക്ക് പോയത്. അത് കേട്ടപ്പോൾ സുധീഷിനൊന്നും പറയാനില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അവൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, അവന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത് കേട്ടപ്പോൾ ഹരീഷിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് കൊച്ചുകുട്ടിയാണെങ്കിലും അല്ലെങ്കിലും ഒരാൾക്ക് വയ്യെങ്കിൽ ഇവിടെ നിൽക്കണം, നിങ്ങൾ നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഏട്ടൻ പോയത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ സുധീഷിന് നല്ല ദേഷ്യം ഹരീഷിനോട് വരുന്നുണ്ട്. എന്നിട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട് അവന് തീരെ വയ്യായിരുന്നു, ഞാൻ വന്നപ്പോൾ ആകെ പനിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളിപ്പോൾ ഇഞ്ചക്ഷൻ എടുത്താണ് വന്നത്. അപ്പം ഹരീഷും പറയുന്നുണ്ട് കുറച്ചും കൂടെ വൈകിയിരുന്നെങ്കിൽ അവൻ്റെ ബോധം അറിഞ്ഞേനെ. അത് കേട്ടപ്പോൾ സുധീഷിന് നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. അവൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷയില്ല, കാരണം അവൻ്റെ മനസ്സ് മുഴുവൻ നിധിയാണ്. അവളോട് എങ്ങനെയെങ്കിലും മിണ്ടണം, സോറി പറയണം, അതിലവൻ വേറെ ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് നിനക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായിരിക്കും, അതൊക്കെ നിൻ്റെ തലയിൽ കറങ്ങി കളിക്കായിരിക്കും, എങ്കിലും ബാക്കിയുള്ളവരെയും കൂടിയൊക്കെ നീ ഒന്ന് ചിന്തിക്കണം കേട്ടല്ലോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട് സുഭാഷ് ഏട്ടൻ എന്താ അങ്ങനെ പറയുന്നത്, ഞാനത് ഇത്ര സീരിയസ് ആണെന്ന് ഓർത്തില്ല അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നികേഷിനോട് പറയുന്നുണ്ട് എടാ മോനെ നിനക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നു, ഞാൻ വരില്ലായിരുന്നു, എടാ ഞാൻ പുറത്തുണ്ടായിരുന്നല്ലോ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട് നിങ്ങളൊന്ന് പോയേ, നിങ്ങൾ വെറും സ്വാർത്ഥനാണ്, നിങ്ങളൊരു ഫ്രോഡാണ്, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നത്, നിങ്ങൾ കാരണമല്ലേ ഏടത്തി പോയത്. ഏടത്തി ഉണ്ടാകുമ്പോൾ എനിക്ക് എന്ത് ആശ്വാസം എന്നറിയോ, എനിക്ക് പനിയൊക്കെ ഉണ്ടാകുമ്പോൾ ഏടത്തി എന്നെ എങ്ങനെ നോക്കിയാണെന്നറിയോ, നിങ്ങളൊരൊറ്റ ആൾ കാരണമാണ് ഏടത്തി ഇവിടുന്ന് പോയത്, നിങ്ങളെനിക്ക് ഇഷ്ടമല്ലെന്ന് പറയാൻ കേട്ടോ. അപ്പം സുധീഷിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ സുധീഷ് പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടാ, അവൾക്ക് എന്നെ ഇഷ്ടമല്ല, അവൾ പോയി, അതിനെന്താ, ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് ഈ ഏടത്തിയൊക്കെ ഉണ്ടായത്, നിനക്ക് ഏടത്തിയായിട്ട് നിധി ഉണ്ടായതും സുഭാഷ് ഏട്ടൻ അനിയത്തിയായിട്ട് നിധി ഉണ്ടായതൊക്കെ ഞാൻ കാരണമല്ല, അവൾക്ക് എന്നെ വേണ്ട, അങ്ങനെയാണെങ്കിൽ അവൾക്ക് നിങ്ങളെയും വേണ്ട, അതന്നെയാണ് അതിൻ്റെ അർത്ഥം, പിന്നെന്താടാ വെറുതെ ഡയലോഗ് അടിക്കുന്നത്. അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട് നിങ്ങളൊരു കള്ളനാണ്, തൊള്ളടുത്ത നിങ്ങൾ നുണ മാത്രമേ പറയുള്ളൂ, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അത് കേട്ടപ്പോൾ സുധീഷ് അവൻ്റെ തലയ്ക്കൊരു കൊട്ട് കൊടുത്തിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഹരീഷിന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഹരീഷ് സുധീഷിന് ഒരൊറ്റ തള്ളിയിട്ട് പറയുന്നുണ്ട് വയ്യാത്ത ചെക്കനോടാണോടാ നിൻ്റെ ഈ പെരുമാറ്റം. അപ്പോഴേക്കും സുധീഷ് അവനെ അടിക്കുന്നുണ്ട്. നീ ആരുടെ എന്നെ അടിക്കാൻ. അപ്പോഴേക്കും സുഭാഷ് ഏട്ടൻ രണ്ടാളെയും അടർത്തി മാറ്റിയിട്ട് ചൂടാവുന്നുണ്ട്. എന്താണ് നിങ്ങൾക്കൊന്നൊരു ബോധമില്ലേ, എന്തിനാ വെറുതെ നിങ്ങൾ ഈ കലവില കൂടുന്നത്, വാ നികേഷ് നമുക്കകത്ത് പോകാം, അവരെന്താ വെച്ചാൽ ആയിക്കോട്ടെ എന്ന് പറയണം കേട്ടോ. അങ്ങനെ സുധീഷ് ഹരീഷിനെ കൂർപ്പിച്ച് നോക്കി അവിടെ നിന്ന് പോവാണ്. ഹരീഷാണെങ്കിൽ അവനെ നോക്കിയിട്ട് നാറിയെന്നും പറഞ്ഞ് അകത്തേക്കും പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഭാസ്കരനാണെങ്കിൽ പുറത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അകത്തേക്ക് ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഇത് ആരാകും ഇപ്പോൾ ഈ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെയാണ് ഭാസ്കരൻ ആലോചിക്കുന്നത്. പക്ഷെ അതിനുള്ളിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ നിധി ആയിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ ഭാസ്കരൻ ആകെ സന്തോഷമാവുന്നുണ്ട്. പക്ഷെ അവളുടെ കയ്യിൽ ബാഗൊന്നുമില്ല, അതുകൊണ്ട് അവൾ എന്തിനാ വന്നതെന്ന് അറിയില്ല. അങ്ങനെ അവൾ ഓട്ടോക്കാരന് പൈസയും കൊടുത്തിട്ട് അകത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട് മോളെ നിധി ബാഗൊക്കെ ഇവിടെ. പക്ഷെ അവളതിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട് മോളെ എന്നോട് ക്ഷമിക്ക്, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ നീ വന്നത്, എന്തായാലും എൻ്റെ ഭാഗത്ത് തെറ്റ്. പക്ഷെ അവൾ അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല കേട്ടോ. കൂർപ്പിച്ചൊരു നോട്ടം നോക്കിയിട്ട് അകത്തേക്ക് പോവാണ് കേട്ടോ. അതിൽ ഭാസ്കരൻ പറയുന്നുണ്ട് അവൾ മിണ്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഭാസ്കരൻ്റെ മനസ്സിലും നിധിക്ക് വലിയ സ്ഥാനമാണല്ലോ. അങ്ങനെ അവൾ അകത്തേക്ക് വരുന്ന സമയത്താണ് ഹരീഷ് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. ഹരീഷ് അവളെ കണ്ടപ്പോൾ നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അയ്യോ ഏടത്തിയോ ഇങ്ങോട്ട് വരൂ ഏടത്തി, വേഗം കയറൂ, സുഭാഷ് ഏട്ടാ അതാ ഏടത്തി വന്നിട്ടുണ്ട് എന്നൊക്കെ അവനിങ്ങനെ സന്തോഷത്തോടു കൂടെ വിളിച്ച് പറയാണ് കേട്ടോ. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് ഹരീഷ് നിനക്ക് സുഖമാണോടാ. അവൾ ഭയങ്കര സ്നേഹത്തോടെയാണ് കേട്ടോ ചോദിക്കുന്നത്. തൻ്റെ കൂടെപ്പിറപ്പിന് കുറച്ച് ദിവസം കാണാതായാലും എങ്ങനെ ഉണ്ടാവും ആ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ അവളുടെ ഫേസിൽ. അപ്പോൾ അവൻ പറയുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്ന ഏടത്തി. അങ്ങനെ അവൾ അകത്തേക്ക് കയറി ചെല്ലാണ് കേട്ടോ. അപ്പോഴേക്ക് സുഭാഷ് ഏട്ടൻ പുറത്തേക്ക് വന്നിട്ട് മോളേന്ന് വിളിക്കാൻ കേട്ടോ അവളെ. അങ്ങനെ അവൾ നികേഷിനെ നോക്കുകയാണ്. അവൻ്റെ ആ കിടപ്പ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അവളെ നെഞ്ച് പൊട്ടിപ്പോവാണ് കേട്ടോ. കാരണം ആ വീട്ടിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടം സുഭാഷ് ഏട്ടനെയും നികേഷിനെയാണല്ലോ. പിന്നെ അവൾ ഏറ്റവും കൂടുതൽ അടുപ്പവും നികേഷിനായിട്ടാണല്ലോ. അപ്പോഴാണ് സുധീഷ് റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കേട്ടോ. നിധിനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സുധീഷ് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഷോക്കായി, നല്ല കാഴ്ച, അങ്ങനെ എന്തൊക്കെയോ പറയാണ്. അങ്ങനെ ഹരീഷിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഭയങ്കരമായിട്ട് നാണമൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം അവൻ്റെ മുഖത്ത് കാണുന്നുണ്ട് അവൾ വന്നപ്പം. അങ്ങനെ അവൾ വേഗം നികേഷിൻ്റെ അടുത്ത് ഇരുന്നിട്ട് എന്താ നികേഷ് നിനക്ക് എന്താണ് പറ്റിയത്, നീ എന്താ കുഞ്ഞു കുട്ടിയാണ്, നിനക്ക് എപ്പോഴും വയ്യായി വരുന്നത്. അവനാണെങ്കിൽ അവളെ കണ്ടപ്പോൾ നല്ല ഹാപ്പി ആവുന്നുണ്ട്. എന്നിട്ട് അവനവിടെ എഴുന്നേറ്റിരുന്നിട്ട് അവളുടെ അടുത്ത് ഏടത്തി എന്ന് പറഞ്ഞ് അവളെ കൈ പിടിക്കാൻ കേട്ടോ. അതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ ബൈ, താങ്ക്